ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ക്രിസ്തുമസിൻ്റെ തലേ ദിവസമാണ്, ഡിസംബർ മാസം 24-ാം തീയതി. ഏറ്റവും സന്തോഷം നിറഞ്ഞ, ഒരു വർഷത്തിലെ ഏറ്റവും ആകർഷകത്വം നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക്, നാളെ ഈശോയുടെ തിരുപ്പിറവിയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്, ആത്മീയമായും ഭൗതികമായും. ഈ ഏറ്റവും അടുത്ത ഒരു ഒരുക്കത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയായി സുവിശേഷം ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പരിശുദ്ധ അമ്മയെയും മാർ യോസേപ്പ് പിതാവിനെയും ഒക്കെയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെയുള്ള ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. അവിടെ പറയുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 3-ാം വാക്യം, ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ. ഈശോ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഈശോയെ ആളുകൾ, അവരുടെ ചുറ്റുമുള്ളവർ ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയതാണ്, ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ. മറിയത്തിൻ്റെ മകനെന്ന, യൗസേപ്പിൻ്റെ മകനെന്ന രീതിയിലാണ് ഈശോയെ ആളുകൾ, അല്ലെങ്കിൽ ഈശോയുടെ സഹോദരങ്ങളൊക്കെ ഇവരാണല്ലോ, അവരുടെ സഹോദരനായ ഒരു മരപ്പണിക്കാരനല്ലേ. പൂർണ്ണമായും ഒരു ലോകത്തിൻ്റെ കണ്ണിലുള്ള, കാഴ്ചപ്പാടിലുള്ള മനസ്സിലാക്കലിനെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഈശോ മറിയത്തിൻ്റെ മകൻ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ യൗസേപ്പിൻ്റെ മകൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ കാലം മുമ്പോട്ട് പോകുമ്പോൾ ഈശോയെ ആളുകൾ തിരിച്ചറിഞ്ഞപ്പോൾ അത് നേരെ തിരിഞ്ഞു. പിന്നീട് പറയാൻ പോകുന്നത് ഈശോയുടെ അമ്മ മറിയം, ഈശോയുടെ പിതാവായ യോസേപ്പ് പിതാവ്, പ്രാധാന്യം ഈശോയിലേക്ക് വന്നു. മുമ്പ് മാതാപിതാക്കളായിരുന്നവർക്കാണ് പ്രാധാന്യം, അവരുടെ പേരിലാണ് മകനായ ഈശോയെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ കാലങ്ങൾക്ക് ശേഷം, ഈശോയുടെ അമ്മയെന്നും ഈശോയുടെ പിതാവെന്നും യോസേപ്പിനെയും മാതാവിനെയും ലോകം വിളിച്ചു തുടങ്ങി. സത്യത്തിൽ അതൊരു വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും കൂടി സൂചനയാണ് നമ്മളോട് പറയുന്നത്. നമ്മളിലുണ്ടാവേണ്ട ഒരു മാറ്റവും അതുതന്നെയാണ്. നമ്മളിലൂടെ ഈശോ അറിയപ്പെടുകയല്ല, ഈശോയുടെ പേരിൽ നമ്മൾ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. മനോഹരമായ ഒരു ചരിത്രം പോലെയുള്ള കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത്, മലയാളികളുടെ വോളിബോൾ ഇതിഹാസമായ ജിമ്മി ജോർജ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പലരുണ്ട്, പന്ത് കളിക്കുന്നവർ, വോളിബോൾ കളിക്കുന്നവർ. അതിലേറ്റവും മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് ജോസ് എന്നാണ്. ജോസ് നന്നായിട്ട് വോളിബോൾ കളിക്കുന്ന ആളാണ്. ആ കാലത്ത് മറ്റ് സഹോദരങ്ങളും ഒപ്പം ജിമ്മിയും വോളിബോൾ കളിക്കാൻ വന്നിരുന്നു. അപ്പോൾ ആ കാലത്ത് ജിമ്മി അറിയപ്പെട്ടത് നന്നായിട്ട് പന്ത് കളിക്കുന്ന ജോസിൻ്റെ അനുജൻ ജിമ്മി എന്ന പേരിലാണ്. പക്ഷെ പിന്നീട് ജ്യേഷ്ഠന്മാരെ അതിശയിപ്പിച്ച് അനുജൻ വളരെ പെട്ടെന്ന് വളർന്ന് കേരളം അറിയുന്ന, ഇന്ത്യ അറിയുന്ന, ലോകമറിയുന്ന മഹാനായ വോളിബോൾ കളിക്കാരനായി മാറി. അപ്പോൾ ആളുകൾ പറയുന്നത് നേരെ തിരിച്ചായി, ഇത് ജിമ്മിയുടെ ജ്യേഷ്ഠനായ ജോസാണ്. കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. സ്നേഹമുള്ളവരെ, നമ്മളെ എന്തിൻ്റെ പേരിലാണ് അറിയുന്നത്? ഞാൻ സമ്പാദിച്ച പണത്തിൻ്റെ പേരിലാണോ എന്നെ അറിയുന്നത്? അല്ലെങ്കിൽ എനിക്കുള്ള അധികാരത്തിൻ്റെ പേരിലാണോ എന്നെ അറിയുന്നത്? എനിക്കുള്ള പദവികളുടെ പേരിലാണോ എന്നെ അറിയുന്നത്? എൻ്റെ കുടുംബമഹിമയുടെ പേരിലാണോ എന്നെ അറിയുന്നത്? അതെയോ ഞാൻ ഈശോയെ സ്വീകരിച്ചയാളെന്ന നിലയ്ക്ക് ഈശോയുടെ ഒരു വ്യക്തി, ഈശോയുടെ ഒരു സാക്ഷ്യം, ഈശോയുടെ ഒരു ശിഷ്യൻ എന്ന രീതിയിലാണോ എന്നെ ആളുകൾ കൂടുതൽ അറിയുന്നതും മനസ്സിലാക്കുന്നതും? ഈ നാളുകളിലൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ വേറെ ഓരോ പേരുകളിൽ ആളുകൾ അറിയപ്പെടുന്നു. ചിലത് ചീത്ത പേരുകളായിട്ട്, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളുടെ പേരിലായിട്ട്, അല്ലെങ്കിൽ ചിലത് പണത്തിൻ്റെയോ മദ്യത്തിൻ്റെയോ ഒക്കെ പേര് ചേർത്ത് പറയപ്പെടുന്നു. എന്നെ ആളുകൾ അറിയുന്നത് എന്തിനോട് ചേർത്ത് വെച്ചാണ്? ഈശോയുടെ രീതിയിലാണോ, ഈശോയുമായി ചേർത്ത് വെച്ചാണ് എന്നെ അറിയുന്നതെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈ ക്രിസ്തുമസിൻ്റെ തലേ ദിവസം പരിശുദ്ധ അമ്മയെപ്പോലെ ഏറ്റവും ഹൃദയപൂർവ്വം ഈശോയെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.